ഹോം തിയേറ്ററിന് ഫ്രണ്ട് ടവർ സ്പീക്കറും ഹോറിസോണ്ടൽ ആയിട്ടുള്ള സെൻട്രൽ സ്പീക്കറും ഒരുപാട് പേര് പ്രീമിയം ഇൻസ്റ്റലേഷൻസിൽ ചെയ്യാറുണ്ട്. ടവർ സ്പീക്കർ മേടിച്ചിട്ട് അതിന് ക്രോസ് ഓവർ കട്ടും ചെയ്യും, ടവർ സ്പീക്കർ നേരെ ഫ്രണ്ടിൽ വെക്കുകയും ചെയ്യും, അതിനൊരു ഹോറിസോണ്ടലും വെക്കും, അക്കൂസ്റ്റിക് ആയിട്ടുള്ള സ്ക്രീനും ചെയ്യും. ഈ ഒരു അപ്രോച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം. മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റർ ചാനൽ സെലക്ഷൻ ആണ്. എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ആ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യുന്ന സ്പീക്കർ. അതൊരു 2-way ആയിരിക്കുകയും ചെയ്യും. അതെ, ഏറ്റവും വില കുറഞ്ഞ സ്പീക്കർ സെന്റർ. ഈവൻ വളരെ വിലയുള്ള സ്പീക്കേഴ്സും ഹൊറിസോണ്ടലി ഉള്ളത് വരുന്നുണ്ട്. അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതൊരു ടിവിക്ക് വേണ്ടിയിട്ട്, ടിവിയുടെ മേളിലോ അല്ലെങ്കിൽ താഴെ ഒരു ചെറിയ ലിമിറ്റഡ് സ്പേസിൽ അത് സിംഗിൾ സീറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് 2-way MTM സ്പീക്കർ ഡിസൈനിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ആ MTM ഡിസൈൻ സ്പീക്കർ എപ്പോഴും വെർട്ടിക്കലി വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹൊറിസോണ്ടലി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലോബിംഗ് എന്ന് പറയും. നേരെ ഇരിക്കുന്ന ആൾക്ക് മാത്രമാണ് അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളത്. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒരു നള്ളായിരിക്കും അവിടെ ഉണ്ടാവുക. രണ്ട് സൈഡിലോട്ടും നള്ളുണ്ടാവും. അപ്പൊ ഈ സെൻട്രലിരിക്കുന്ന ആൾ കേൾക്കുന്നതായിരിക്കില്ല അപ്പുറത്തിരിക്കുന്ന ആൾ കേൾക്കുന്നത്. ഡയലോഗ് ഇന്റലിജിബിലിറ്റിയെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാനെപ്പോഴും പറയുന്നത് അറ്റ്ലീസ്റ്റ് LCR ഒരേ സ്പീക്കേഴ്സ് തന്നെ വെക്കുക, അത് വെർട്ടിക്കൽ തന്നെ വെക്കുക. നമ്മൾ ഈ ഹൊറിസോണ്ടലി വെക്കുന്ന ആ സ്പീക്കർ ആയാൽ തന്നെ നമുക്ക് ഞാൻ ആ പറഞ്ഞ ലോബിംഗ് ഇഷ്യൂ മാറണമെന്നുണ്ടെങ്കിൽ 3-way വെക്കണം. പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതാവും. 3-way വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ട്യൂട്ടറും മിഡും വെർട്ടിക്കലായിരിക്കും. അപ്പൊ നമ്മൾ ആ ലോബിംഗ് ഇഷ്യൂ മാറി കിട്ടും. അപ്പൊ ആ ലോബിംഗ് വരുന്ന ഏരിയയിൽ മൊത്തം വെർട്ടിക്കലായിട്ടുള്ള 2 സ്പീക്കേഴ്സ് ഹാൻഡിൽ ചെയ്യും, മറ്റേ ബേസ് ഊഫേഴ്സ് ഹാൻഡിൽ ചെയ്യും. അങ്ങനെയുള്ളതിനകത്ത് ഈ ലോബിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല. 2-way MTM ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിരിക്കും സൗണ്ട്.